ഹലോ ഇക്ക. എന്താ പണി? ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നിപ്പോ കുളി കഴിഞ്ഞിട്ട് ഔത്തേക്ക് കേറിയിട്ടുള്ളൂ. എന്താ കഴിക്കാത്ത? ഒന്നല്ല, അമ്മാന്റെ കഴിഞ്ഞിട്ടില്ല. അമ്മ കുളിക്കാൻ കേറിയിട്ടുള്ളൂ. അണക്ക് എടുത്ത് കഴിച്ചൂടെ? ഞാൻ ഒറ്റക്ക് കഴിക്കേ. അപ്പൊ എങ്ങനെ ആയാലും ഇവിടെ നടക്കൂലല്ലോ. എന്നിട്ട് ഞാൻ അയിന്റെ ചൊറ ഉണ്ടാവാൻ. ഞാൻ അമ്മ വന്നിട്ട് കഴിച്ചോളാം. നിങ്ങൾ കഴിച്ചീലേ? കഴിച്ച്. എന്നാ ശരിട്ടോ, എന്നാ പണിയിലാണ്. ശരി എന്നാ. ഉമ്മ എന്തിയെ? ഞാനൊന്ന് പെരേക്കൊന്ന് പോട്ടെ. ഞാൻ ഇന്നലെ ഇക്കാനോട് ചോദിച്ചിന്ന് പോട്ടേന്നുള്ളത്. ഉമ്മാനോട് ചോദിച്ചിട്ട് പൊയ്ക്കോന്നാ പറഞ്ഞത്. ഓൻ പോവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കണത്? അല്ല, ഓല് സമ്മതിച്ചിട്ടൊന്നുമില്ല. ഉമ്മാക്ക് സമ്മതാണെങ്കിൽ പോവാനാ പറഞ്ഞത്. പെരേക്കൊന്നും ഇനിയിപ്പോ തന്നെ പോവൊന്നും വേണ്ട. എല്ലാരും വന്നിക്കണ്. താത്താരൊക്കെ ഉണ്ട് പറഞ്ഞു. ഓലൊക്കെ വരുന്ന പോലെ അനക്ക് എപ്പോഴും പോകാൻ പറ്റുമോ? ഇജ്ജ് ഒരു കുടുംബത്തിലല്ലേ താമസിക്കണു. ഓലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കണവരല്ലേ. ഇജ്ജ് എപ്പോഴും ഇങ്ങനെ അനക്ക് പോകാൻ പറ്റുമോ? എപ്പോഴെപ്പോഴും പെരേക്കോ പോയിട്ട് എവിടുന്ന് അതൊന്നും നടക്കൂല. ഉമ്മാനൊക്കെ ഒന്ന് കാണാൻ. ഉമ്മാക്കാണെങ്കിൽ സുഖമില്ലാന്നും പറഞ്ഞിരുന്നു. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പോയി വരാ. ഞാനിപ്പോ എന്റെ ഉമ്മാന്റെയും വാപ്പാന്റെ അടുത്തേക്കും പോയിട്ട് എവിടെ നിക്കണത്? ഒരു കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ പെരേക്കൊക്കെ കണക്കേക്കാരം. ഇനിയിപ്പോ ഉമ്മാനെ കാണാനാണെന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാളെ വൈകുന്നേരം ഒന്ന് പോയിങ്ങാണ്ട് പോരെ. ഏത് സമയം ഓലൊക്കെ വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോവാനൊന്നും പറ്റൂല. ഹലോ മോളെ, എന്താ എന്റെ പാട്? കുട്ടികളൊക്കെ എവിടെ? ഇത് എന്നാ വരുന്നുണ്ട് പറഞ്ഞേ? എന്നാ വരുന്നേ? നാളെ നാസ്മിയും കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഓൾക്ക് പനിയാണ്. അപ്പൊ ഇജ്ജ് നാളെ വൈകുന്നേരത്തിന് എന്തായാലും പോണ്ട പെരേക്ക്. ഇനി ഓല് വന്ന് പോയിട്ടൊക്കെ പോവാ. ഓലെന്തായാലും ഒരു 15 ദിവസം ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പോവാ നിക്ക്. ഓള് പനിയൊക്കെ ആയിട്ട് വരിക. ഇനിയിപ്പോ എനിക്ക് ഒറ്റക്ക് ഇവിടുത്തെ പണികളൊന്നും നിർക്കാൻ വെച്ച. നമുക്ക് പിന്നെയും പോവാം. നമുക്ക് പിന്നെയും പോയിട്ട് എന്റെ പെരക്കാരെ കാണാം. മകൾ വന്നു കഴിഞ്ഞാൽ ഇനി എന്താകും ഇവളുടെ ജീവിതം എന്ന് നമുക്ക് കണ്ടു നോക്കാം.